അത് തന്നെയാണ് എൻ്റെ ചോദ്യം. ഇത് വല്ല ബലിയാടായിട്ട് കൊടുക്കേണ്ടതാണോ എന്ന് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വരാറുണ്ട്. മനസ്സിലായില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വരാജിന് മതിയായിരിക്കുന്നു അല്ലെങ്കിൽ താല്പര്യമില്ല എന്നോ, അതല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വരാജിനെ താല്പര്യമില്ല എന്നതുമാണല്ലോ സംഘടനാ പ്രവർത്തനത്തിൽ കുറേ നാളുകളായി ആക്റ്റീവല്ല. അവൈലബിൾ പാർട്ടി യോഗത്തിൽ പോലും ചെറുപ്പക്കാരനായ ആരോഗ്യപരമായി പ്രശ്നമില്ലാത്ത സ്വരാജ് പങ്കെടുക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ദേശാഭിമാനി പോലെയുള്ള എൻ്റെ എഡിറ്റർ ഇൻ ചീഫായി പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് മറ്റ് ജോലി തിരക്കൊന്നുമില്ല, തിരുവനന്തപുരത്ത് തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് പോലും അവൈലബിൾ സെക്രട്ടറി യോഗത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ സ്വരാജിന് പാർട്ടിയോട് താല്പര്യമില്ല എന്നായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉള്ള ഒരാൾക്ക് പാരിതോഷികമായി നൽകുന്ന ഒന്നാണോ സ്ഥാനാർത്ഥിത്വം? അത് വഴിയേ അറിഞ്ഞോളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തന്ത്രപരമായ പല തീരുമാനങ്ങളെയും നമുക്ക് മനസ്സിലാവാറില്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് മനസ്സിലാവാറുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല ഇതെന്തെങ്കിലും ബലിയാട് രാഷ്ട്രീയമാണോ, എന്തെങ്കിലും പുതിയ ഉദ്ദേശമുണ്ടോ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം അല്ലാണ്ട് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ട് പിറ്റേ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.